നഗരവാരിധി നടുവിൽ ഞാൻ എന്ന് ശോകടിച്ചിരിക്കുമ്പോ നമുക്കൊരിടം വരെ പോകാമെന്നും പറഞ്ഞ് എന്റെ കണവൻ ഞങ്ങളെ എത്തിച്ചത് ദിവിടെയാണ്. നഗരത്തിൽ നിന്ന് നാട്ടിലെത്തിയ പ്രതീതി. ഞാറുപാകിയ പാടങ്ങളിൽ കെട്ടിനിർത്തിയ വെള്ളം ഇളം കാറ്റിലോളം വെട്ടി. നീണ്ട മൺവഴി എനിക്ക് മുന്നിൽ നിവർത്തിയിട്ട ഒരു പരവതാനി പോലെ തോന്നിപ്പിച്ചു. കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചെളിയുടെ ഗന്ധം എന്നെ പല ഓർമ്മകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. മൺവഴിയുടെ മറുഭാഗത്ത് അടുത്ത കൃഷിക്കായി തയ്യാറായി നിൽക്കുന്ന പാടങ്ങളാണ്. പറിച്ചു നടാൻ പാകമെത്തിയ ഞാറുകൾ എന്നെ നോക്കി ഒരു പച്ചച്ചിരി പാസാക്കി. നമ്മുടെ നാട്ടിലെ നടവരമ്പുകൾ പോലല്ല ഇവിടുത്തെ വരമ്പുകൾ. ചെളി വാരിക്കൂട്ടി ചെറിയ അതിരുകൾ മാത്രമായി നടക്കാനാവാത്ത രീതിയിലുള്ള കുഞ്ഞൻ വരമ്പുകൾ. പക്ഷേ ഇവിടെ വരമ്പുകൾ ചെറുതാണെങ്കിലും വയലുകൾ വലുതാണ്. നമ്മുടെ നാട്ടിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഇപ്പോൾ വരമ്പുകൾ മാത്രമേ കാണാനാവൂ എന്നത് ഒരു ജീവനുള്ള സത്യമാണ്. നാം തന്നെയാണ് അതിന്റെ കാരണക്കാർ എന്നുള്ളത് മറ്റൊരു പച്ചയായ സത്യം. മൊത്തത്തിൽ പറഞ്ഞ ചുറ്റും സത്യത്തിന്റെ ഒരു പച്ചപ്പ്. മൺവഴിയിലൂടെ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ വഴിയോരത്തായി വെട്ടിവെച്ചിരിക്കുന്ന വാഴത്തൈകൾ പൂജയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് അവിടെ പയർ ചെടിക്ക് വളമിടുന്ന ആ തോട്ടത്തിന്റെ ഉടമ ഞങ്ങളെ അറിയിച്ചു. മൈസൂര് വന്നതിൽ പിന്നെ വാഴ കാണുന്നത് ഇതാദ്യമായാണ്. കേരളക്കരയിലെ എന്റെ പ്രതാപകാലം വെറുതെ ഞാനൊന്ന് ഓർത്തുപോയി. മുന്നിൽ കരിമ്പിൻ തോട്ടമാണ്. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന കരിമ്പിൻ തോട്ടം. അതിരുകാക്കുന്ന ഭടന്മാരെ പോലെ കൃഷിയിടത്തിന്റെ അതിർത്തികളിൽ നിശ്ചലരായി നിരന്നു നിൽക്കുന്ന തെങ്ങുകൾ കാണാം. നമ്മളെ വേണ്ടത്ര പരിചയമില്ലാത്തതിനാലാവണം വലിയ കുലുക്കമില്ല. ഉച്ചന്തലയിൽ 4 മച്ചിങ്ങയുമായി നിൽക്കുന്ന നിനക്ക് ഇത്ര തലക്കനമോ എന്ന ചോദ്യത്തോടൊപ്പം എന്റെ മനസ്സ് പാഞ്ഞുപോയത് അല്പസ്വല്പം മണ്ടരിബാധയുണ്ടെങ്കിലും ഒട്ടും തലക്കനമില്ലാതെ തലനിറയെ തേങ്ങയുമായി ചാഞ്ചാടി ആടി നിൽക്കുന്ന നമ്മുടെ തൊടിയിലെ തെങ്ങിന്റെ മണ്ടയിലേക്കാണ്. കഷ്ടം എന്ന ഒരു നെടുവീർപ്പോടെ വീണ്ടും മുന്നോട്ട് നടന്നു. വഴിയോരത്ത് തന്നെ ഒരു വലിയ കാട്ടത്തി മരത്തിൽ നിറയെ അത്തി കായ്ച്ചു കിടക്കുന്നത് കണ്ടു. ഉടൻ തന്നെ അവിടുത്തെ സ്ഥലമുടമയോട് ഇത് കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് തിരക്കി. പണ്ടൊക്കെ ഇത് ആളുകൾ ധാരാളം കഴിച്ചിരുന്നുവെന്നും പഴുത്താൽ നല്ല ചുവന്ന നിറമാണെന്നും ചെറിയ മധുരവും ചിലപ്പോഴൊക്കെ ഉള്ളിൽ പുഴുക്കളും കാണുമെന്ന് അണ്ണൻ വെടിപ്പായി പറഞ്ഞു തന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഒരു വരവ് കൂടി വരേണ്ടി വരുമെന്ന് ഉറപ്പിച്ച് പച്ചക്കായ പഴുക്കാനുള്ള സാവകാശം കൊടുത്ത് മുന്നോട്ടു പോകുമ്പോൾ അരുമപുത്രി മയില് കണ്ട മലയാളിയെ പോലെ മുന്നിൽ ഓടിപ്പോകുന്നു. എന്റെ ഊഹം ഒട്ടും തെറ്റിയില്ല. മയില് തന്നെ. അകലെയായി ഒഴുകുന്ന വലിയ കനാലിൽ നിന്നും പല കൈവഴികളിലായി തിരിച്ചുവിട്ടിരിക്കുന്ന ഇത്തരം ചെറിയ നീർച്ചാലുകളെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കർഷകർ കൃഷി ഇറക്കുന്നത്. കുറച്ചു മാസങ്ങളായി പൈപ്പിലൂടെ മാത്രം വെള്ളം കാണുന്ന കുഞ്ഞിപ്പിള്ളേർക്ക് ഈ നീർച്ചാൽ ഒരു പുഴയ്ക്കു സമം. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. പുൽവഴിയും ചോളപ്പാടവും വഴിയരികിലെ കിലുക്കാമ്പെട്ടിയും വെള്ളരിക്കണ്ടവും വെണ്ടയ്ക്കത്തോട്ടവും വഴുതന വരികളും മതിൽക്കെട്ടിനകത്തെ തേക്കിൻകാടും ദൂരെ നിർത്തിയിട്ടിരിക്കുന്ന കാളവണ്ടിയും വിരുന്നു വന്ന് വിനയായി മാറിയ പാർത്തേനിയവും മണ്ണോരം പറ്റിപ്പടർന്ന കറുകനാമ്പും കണ്ടുകണ്ടങ്ങനെ പനിനീർപ്പൂപ്പാടത്ത് പണി കഴിഞ്ഞു മടങ്ങിയ പണിക്കാരന്റെ കുപ്പായം തെങ്ങിന്റെ കയ്യിൽ മയങ്ങാൻ തുടങ്ങുന്നു. ചേക്കേറാൻ സമയമായെന്നോതി രാത്രി സഞ്ചാരികൾ മാനത്ത് വട്ടമിട്ടു. ഇവിടെ വന്നതിൽ പിന്നെ നഗരവീഥികളിൽ മാത്രം കാണാൻ കിട്ടുന്ന ചക്കപ്പഴത്തിന്റെ മരമല്ലേ ഇതെന്ന് ഒന്ന് ശങ്കിച്ചു. ചക്കമരമല്ല, പ്ലാവ് എന്ന് നഗരവാസിയായ കണവന്റെ തിരുത്ത്. ഗ്രാമവാസിയുടെ മനസ്സ് മരവിച്ചതുകൊണ്ടാവാം മരത്തിന്റെ പേര് പോലും മറന്നു. തിരികെ പോരും വഴി 4 പ്ലാവിന്റെ ഇലയും പറിച്ചു. പ്ലാവ് ആനന്ദാശ്രു പൊഴിച്ചു. നാട്ടിലെ ഓർമ്മയിൽ ആടിനു കൊടുക്കാനല്ല, ഇത് വേറൊരു സംഗതിക്കാണ്. വരും ദിനങ്ങളിൽ കണ്ടറിയാം. പിന്നിട്ട മൺവഴി അത്രയും തിരിച്ചു നടക്കണം. അങ്ങനെ നടന്ന് നടന്ന് തുടങ്ങിയിടത്തെത്തി. അപ്പോഴാണ് അപ്പുറത്തെ പറമ്പിൽ അരിനെല്ലി മരത്തിൽ നെല്ലിക്കയും ചോട്ടിൽ അതിന്റെ ഉടയോനുമുണ്ടെന്ന് കുട്ടികൾ കണ്ടുപിടിച്ചത്. ആവശ്യക്കാരന് ഭാഷയൊരു തടസ്സമല്ലാത്തതിനാൽ കുട്ടികൾ അദ്ദേഹത്തോട് കാര്യം അവതരിപ്പിച്ചു. നല്ലവനായ ആ അണ്ണൻ കുട്ടികൾക്ക് നെല്ലിക്ക പറിച്ചു കൊടുത്തു. അണ്ണനോട് നന്ദി പറഞ്ഞ് ഇനിയും വരാം എന്ന് മുന്നറിയിപ്പും കൊടുത്ത് തൽക്കാലം ഞങ്ങൾ അവിടെ നിന്നും യാത്രയാവുന്നു. അണ്ണൻ ഇനി ഇവിടെ കാണുമോ എന്തോ. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മ മൈസൂരിനിന്ദ. ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.